അസ്സലാമു അലൈക്കും. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഏട്ടമീൻ കിട്ടിക്കഴിഞ്ഞാൽ മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് എല്ലാവർക്കും ഒരു ടെൻഷൻ തന്നെ ആയിരിക്കും അല്ലേ. അതിൻ്റെ ആ ഒരു മുള്ളിൻ്റെ ഉറപ്പ് കാരണം. അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് മീൻ മുറിക്കുന്നതെന്ന്. കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയും കണ്ടു നോക്കി നോക്കൂ. ഈ ഒരു കറീൻ്റെ റെസിപ്പി സ്കിപ്പ് ചെയ്യരുത്. ഏറ്റവും എളുപ്പമാണ്, നല്ല രുചി സൂപ്പറാണ്. അപ്പോൾ വലിയ ഏട്ടമീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് തന്നെ മുറിക്കണമെന്നൊന്നുമില്ല, വീട്ടിലേക്ക് കൊണ്ടുവന്നുള്ളൂ. നമുക്ക് അവിടെ നിന്ന് തന്നെ അടിപൊളിയായിട്ട് അങ്ങനെ മുറിക്കാൻ പറ്റും. അപ്പോൾ ഈ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തെടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ. വലിയ മീൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മൾ അധികം അവിടെ നിന്ന് തന്നെ മുറിപ്പിക്കാറ് പതിവായിരിക്കുമല്ലോ അല്ലേ. പക്ഷേ അതിൽ നിന്ന് നമുക്ക് വാങ്ങുമ്പോഴും മുഴുവനായിട്ട് കിട്ടുമ്പോഴും കവറിലേക്ക് ഇടുമ്പോഴും മുഴുവനും കിട്ടത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് മുറിപ്പിക്കില്ല. അത്യാവശ്യം നല്ല വലിയ മീനൊക്കെ ആകുമ്പോൾ വീട്ടിലോട്ടേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. നല്ല മൂർച്ചയുള്ളൊരു കത്തിയും ഒരു നല്ല മൂർച്ചയുള്ള കത്രികയും മൂർച്ച കൂട്ടാനൊരു കല്ലും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി. ഈ ഒരു കല്ല് നമുക്ക് എവിടുന്നാണ് വാങ്ങാൻ കിട്ടാറിയോ? മീൻ മാർക്കറ്റിൽ പോയാൽ അവിടെ ഉണ്ടാവും മൂർച്ച കൂട്ടുന്ന കല്ലും വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അതേപോലെ നല്ല കത്തിയൊക്കെ അവിടെ കിട്ടും മാർക്കറ്റിൽ തന്നെ. നമ്മൾ പുറത്തുനിന്നൊക്കെ ആകുമ്പോഴാണ് നല്ല കത്തി കിട്ടാനും ബുദ്ധിമുട്ടാകുക. മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോഴൊന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ ആ ഒരു കല്ലുണ്ടെങ്കിൽ നമുക്ക് കത്രികയും നല്ല മൂർച്ച കൂട്ടാൻ പറ്റും, കത്തിയും മൂർച്ച കൂട്ടാൻ പറ്റും. നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആകുമ്പോഴേ നമുക്ക് എളുപ്പത്തിൽ മീൻ ഉടയാതെ തന്നെ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ മുൻപ് ഞാൻ വലിയ വലിയ മീൻ മുറിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കിയൊക്കെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇങ്ങനത്തെ നല്ല ടൂൾസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ സംഭവം എളുപ്പമാവും. അപ്പോൾ ഏറ്റവും വലിയ മീനാണെങ്കിലും നമുക്ക് മുറിക്കാൻ സിമ്പിളാവും കേട്ടോ. മുറിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒന്ന് വാല് കട്ട് ചെയ്ത് കൊടുക്കുക, സൈഡിലൊക്കെ ഇങ്ങനെ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വയറിൻ്റെ ഭാഗമായിരിക്കണം കേട്ടോ. അപ്പോൾ ഏത് വലിയ മീനാണെങ്കിലും വയറിൻ്റെ ഭാഗം ഒന്ന് ഫസ്റ്റ് കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ആ ഒരു തലഭാഗത്തോട്ടേക്ക് ആക്കിയിട്ട് കത്രിക കൊണ്ട് അങ്ങനെ കട്ട് ചെയ്യണേ. ഇത് വലിയ മീനായതുകൊണ്ട് ഞാൻ മുട്ട പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഈ ഒരു മീനിലില്ല. 2 വലിയ ഏട്ടനായിരുന്നേ വാങ്ങിയത്. അപ്പോൾ അടുത്ത ഏട്ട മുറിച്ച സമയത്ത് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഈ ഏട്ടയിലാണ് മുട്ട ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചു. വയറിൻ്റെ ഒക്കെ വലിപ്പം കണ്ടപ്പോഴേ തെറ്റിദ്ധരിച്ചത് മാത്രം ബാക്കിയായി. പക്ഷേ വയറിന് വലിപ്പമില്ലാത്ത മീനിലാണ് ഏട്ടമുട്ട ഉണ്ടായത്. അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരുന്നേ. ഞാൻ ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മുറിച്ച് നോക്കിയതായിരുന്നു. ഇതാണ്ട് കിടക്കുന്ന ഏട്ടമുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഏട്ടമീൻ അത് വലുതും ഇഷ്ടമാണ്. ഏട്ടച്ചുള്ളി ഉണ്ടല്ലോ, അതും ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടച്ചുള്ളി നമുക്ക് കുറേ സമയം എടുക്കും മുറിക്കാൻ. ഇതൊക്കെ വലിയ മീനൊക്കെ നല്ല എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ പറ്റിയ കണ്ട വയറിൻ്റെ ഭാഗം അങ്ങോട്ട് മുറിച്ച് അതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ പുറത്തേക്ക് എടുത്ത്. ഇതിപ്പോൾ മറ്റേ മീനിലുള്ളതാണ് ആ ഏട്ടമുട്ട. ഞാൻ മീൻ പകുതി വെച്ചിട്ടാണ് ഫസ്റ്റ് മുറിക്കുന്നത്. കണ്ടോ, നമ്മൾ തുടക്കത്തിൽ നിന്നേ വാലിന്നേ ഇങ്ങനെ മുറിച്ച് കൊണ്ടുവരണമെന്നില്ല. പകുതിയിൽ നിന്ന് ഇങ്ങനെ മുറിച്ചിട്ട് സ്ലൈസ് ആക്കിയിട്ട് അങ്ങനെ നമുക്ക് മുറിക്കാൻ പറ്റും കേട്ടോ. മുറിക്കുന്ന സമയത്ത് നൈസാക്കിയിട്ട് മുറിക്കാതെ 1 ഇഞ്ച് വ്യത്യാസത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് ആ ഒരു എല്ലിൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഗം കിട്ടും. മറ്റേതിങ്ങനെ നൈസാക്കുന്ന സമയത്താണ്, അതായത് എല്ലിൻ്റെ ആ ഒരു ജോയിൻറ്റ് ഭാഗം ഉണ്ടായല്ലോ, ആ ഭാഗം നമുക്ക് കിട്ടൂല. 1 ഇഞ്ചിക്ക് വിടുമ്പോഴാണ് ആ ഒരു ജോയിൻറ്റ് ഭാഗം നമുക്ക് കിട്ടുക. ഇങ്ങനെ സ്ലൈസ്ഡ് ആക്കിയിട്ട് അങ്ങനെ മുറിക്കുമ്പോൾ അത്യാവശ്യം നല്ലതുണ്ടാവും. കറി വെക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നടുഭാഗം ഒന്ന് അങ്ങനെ കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അങ്ങനെ മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ. ഞാനിപ്പോഴും ഈ ഒരു ബിരിയാണിക്കും കൂടെ അങ്ങനെ എടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗമാണ് കറക്കി എടുക്കുന്നത്, തലയും ഒരു ചെറിയ ഭാഗങ്ങളും. എനിക്ക് ഈ ഏട്ടൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമറിയോ, ഏട്ടൻ്റെ മീൻ കൊണ്ട് ബിരിയാണി വെച്ചാൽ. ഞാൻ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മീൻ ഏതായാലും എനിക്കത് കുഴപ്പമില്ല. ആ ഒരു സ്ലൈസ്ഡ് മീൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടമുട്ട നേരെ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കുന്നില്ലേ, അത് അപ്പോഴേ തന്നെ എടുത്തിട്ട് അങ്ങനെ കറി വെക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ മുൻപ് ഇട്ടതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. ഇത് വലിയ പണിയൊന്നുമില്ല ഏട്ടമുട്ടൻ്റെത്. അതിൻ്റെ ആ ഒരു തൊലി അങ്ങനെ പോക്കിയിട്ട് ഉള്ളിൽ നിന്ന് അങ്ങനെ പൊട്ടാതെ അങ്ങനെ എടുത്താൽ മതി. ചിലവർ പുറത്തുള്ള ഒരു തൊലി ഉണ്ടല്ലോ, അത് ഞാൻ കഴിക്കും. പക്ഷെ എല്ലാവരും കഴിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെയൊക്കെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനതങ്ങനെ ഒഴിവാക്കി. ഏട്ടമുട്ട എന്ത് രസമല്ലേ കാണാൻ മാത്രമല്ല കഴിക്കാനും ഭയങ്കര രസമാണ്. ഏട്ടമുട്ടൊക്കെ അങ്ങനെ പുഴുങ്ങുന്ന സമയത്ത് മുഴുവനായിട്ട് വേവിക്കരുത്. ഒരു 80% രീതിയിൽ വേവിക്കുകയാണെങ്കിൽ നല്ല രുചിയിൽ കഴിക്കാൻ പറ്റും. മറ്റേതൊരു കല്ലെടുത്ത് കഴിക്കുന്നത് പോലാണ് ഫുൾ വേവിലുണ്ടാവുക. വെറും ഉപ്പും മഞ്ഞളും വെള്ളം ഇട്ടിട്ട് വേവിച്ചാൽ തന്നെ ഭയങ്കര രസമാണ്.
അപ്പോൾ ഒരു സൈഡ് മുഴുവൻ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ തൻ്റെ ഒരു സൈഡ് തലൻ്റെ ഭാഗത്തേക്കാണ് പിന്നെ ഇപ്പം മുറിക്കുന്നത്. ആ ഒരു ഭാഗമാണ് നല്ല കട്ടിയായിട്ട് നമുക്കുണ്ടാകുക. അതായത് പിന്നെ മുള്ളിനൊക്കെ നല്ല കട്ടിയായിരിക്കും. പിന്നെ അതേപോലെ ആ കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു നല്ല ടേസ്റ്റാണ്. ചിലർ കഴിക്കും, ചിലർ കഴിക്കില്ല. ഞാൻ കഴിക്കും, നമ്മൾ കഴിക്കും. അപ്പോൾ ഈ കഴിക്കുന്നവർ അതൊക്കെ എടുക്കട്ടെ, അതൊന്നും ഒഴിവാക്കരുതേ. ഇതിൽ ഒഴിവാക്കാനായിട്ടൊന്നുമില്ല. ആ വയറിൻ്റെ ആ ഒരു വേസ്റ്റ് ഭാഗം മാത്രമേ ഉള്ളൂ ഒഴിവാക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ തന്നെ മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ കിട്ടട്ടോ. അപ്പോൾ ഈ തല, ഏട്ടത്തല ഭയങ്കര രസമാണ് കേട്ടോ. കറി വെച്ച് കഴിഞ്ഞാൽ എന്ത് രുചി അറിയോ. അത് ഏട്ടത്തല മുളകിട്ടതും കപ്പ പുഴുങ്ങിയതും കൂടെ ഉണ്ടെങ്കിണ്ടല്ലോ രക്ഷയില്ല കേട്ടോ. തലയൊക്കെ മുറിക്കാനായിട്ട് കുറച്ച് സ്ട്രോങ് ആയിരിക്കേ, പക്ഷേ കത്തിക്ക് നല്ല മൂർച്ചുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മുറിക്കാൻ പറ്റും. പിന്നെ ദണ്ട ആ ഒരു തലൻ്റെ അടിഭാഗത്തു നിന്നാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് പിളർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിളർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പൂവും ഇതൊക്കെ വേസ്റ്റൊക്കെ അങ്ങനെ മാറ്റാം. ഇതിൻ്റെ പൂവൊന്നും അങ്ങനെ ആരും കഴിക്കുന്നില്ല കേട്ടോ, അതൊക്കെ അങ്ങോട്ട് മാറ്റാം. അത് പറയാൻ കാരണം ചില ആൾക്കാരൊക്കെ പൂവ് കഴിക്കും, അതുകൊണ്ടാണ്. ചിലർ പൂവൊക്കെ അവിടെ വെക്കും മീൻകറിയിലേക്ക് അങ്ങനെ ഇടാൻ, ആ ഒരു ടേസ്റ്റ് വരാനായിട്ട്. ശരിക്കും വാഷ് ചെയ്തിട്ട് അങ്ങനെ ഇടും, നമുക്കങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ ഇതാണ്ട് തലയൊക്കെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഞാൻ അങ്ങനെ കൊത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് കറി വെക്കുന്നത് കാണിക്കുന്നതേ തലയും ഒരു കുറച്ച് 2-3 പീസ് മീനുകളും ഇട്ടിട്ടാണ് കേട്ടോ. ഫുള്ള് മീനല്ല എടുക്കുന്നത്, തലയും രണ്ടും കൂടെ മിക്സ് ആയിട്ട്. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വലിയ ഏട്ട കിട്ടുകയാണെങ്കിൽ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണ്ടേ കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. അത് അതേ രീതിക്ക് തന്നെ ഈ ഒരു ഏട്ടമീൻ്റെതും വെച്ചാൽ മതി, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു നല്ലൊരു ഫ്ലേവറാണ് ആ ചോറിനൊക്കെ കിട്ടുക. അപ്പോൾ ഏട്ടമുട്ട ഇതേപോലെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഏട്ടമുട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വായ അടങ്ങിയേക്കൂല, ഞാൻ എത്ര തിന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഭയങ്കര രസമാട്ടോ, ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മീൻകറി തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഉലുവ നമുക്ക് പൊട്ടിച്ച് കൊടുക്കാം. പിന്നെ ദാണ്ട് വെള്ളുള്ളി കുറച്ച് അധികം ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വറ്റൽമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. ഏട്ട ആയതുകൊണ്ട് വലിയുള്ളി നമുക്കിതിലേക്ക് വേണേ. ഒരു 2 വലിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാ മീൻകറി വെക്കുന്ന സമയത്ത് വലിയുള്ളി ഒന്നും ഇടല് വളരെ കുറവായിരിക്കുമല്ലോ അല്ലേ, നമ്മളൊന്നും അങ്ങനെ ഇടാറില്ല. പക്ഷേ വലിയ മീനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്യാവശ്യം വലിയുള്ളിയൊക്കെ ഇട്ടാൽ നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ തക്കാളി അതേപോലെ 2 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ മീനല്ലേ, നല്ല എരിവും പുളിയൊക്കെ ഉണ്ടാവട്ടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. വെന്ത് കിട്ടാനായിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാണ് വേവിച്ചത്. ഇനി നമുക്കിതിലേക്ക് കാശ്മീരിൻ്റെ മുളകും പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 1 ടേബിൾ സ്പൂണോളം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണേ. ഇനി നമുക്കിതിലേക്ക് പുളി വേണം. കുടംപുളി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, സാധാ പുളി എടുക്കേണ്ടവർക്കാണ് അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു നാരങ്ങൻ്റെ വലിപ്പത്തിലുള്ളൊരു ഉണ്ട അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടായിരുന്നു. എന്നിട്ട് ആ ഒരു പുളി മുഴുവനായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വീണ്ടും ഒഴിച്ചിട്ട് അങ്ങനെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പം ലൂസാണോ തിക്കാണോ കറിയുള്ളത് നിങ്ങൾ പ്ലാൻ ആക്കുക കേട്ടോ. സാധാരണ ഞാൻ കറി വെക്കുന്ന സമയത്ത് എത്ര പുളിയൊന്നും എടുക്കാറില്ല. ഇവിടെയൊക്കെ അത്ര പുളിയുള്ള കറി ഇഷ്ടമില്ല. അപ്പോൾ പുളി ഞാൻ എപ്പോഴും കുറയ്ക്കാറുണ്ട്. പക്ഷേ ഏട്ടക്കറിയൊക്കെ തയ്യാറാക്കുമ്പോഴേ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലേ കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ശരിക്കും ഇത് തിളപ്പിക്കണം കേട്ടോ. നല്ല തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു പച്ച ചോയൊക്കെ അങ്ങനെ മാറി കിട്ടുള്ളൂ. അതിന് ശേഷമായിരിക്കണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാൻ. അതായത് മീനിൻ്റെ പീസസും ഉണ്ട്, പിന്നെ തലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തലക്കൊക്കെ നല്ലൊരു വേവ് ഉണ്ട് ഇതിൽ. അപ്പം നല്ല രീതിക്ക് തിളപ്പിക്കണം. പിന്നെ മീനൊന്നും ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ, നല്ല തിളപ്പിച്ചെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ശരിക്കും വെന്ത് കുറച്ചൊന്ന് കുറുകി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കണം ഇതിൻ്റെ മുകളിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും പച്ചമുളക് റൗണ്ടാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കണേ. അതിൻ്റെ മുകളിൽ പെരിഞ്ജീരകം, അത് പൊടിക്കാതെ തന്നെ പച്ചയിൽ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. പിന്നീട് തിളപ്പിക്കരുത് കേട്ടോ, ആ ഒരു ഫ്ലേവർ അതിലേക്ക് കിട്ടും. ആ ഒരു എന്താ പറയുക, പെരിഞ്ജീരകത്തിൻ്റെയും കുരുമുളകും ഇത് രസമറിയും. അങ്ങനെ ഫൈനലാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ മല്ലിയിലയും തൂവി കൊടുക്കാം. പക്ഷേ ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ രീതിക്കൊന്ന് വെച്ച് നോക്കിയൊക്കെ ലാസ്റ്റ് ആ ഒരു ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തൊരു നല്ല മണം അറിയോ, ഇഞ്ചിയും കുരുമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെ ഒക്കെ വരിക. അപ്പോൾ ഞാനിതന്ന് പുട്ടായിരുന്നേ ഉണ്ടാക്കിയത്, പുട്ടിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനാണ്. എൻ്റെ പൊന്നോ രക്ഷയില്ലാത്ത കറിയാണ്. ഇനിയിപ്പോൾ പുട്ട് മാത്രമല്ല, കപ്പ ഇനിയിപ്പോൾ ചോറോ എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പുട്ടിൻ്റെ കൂടെ വല്ലാത്തൊരു ടേസ്റ്റാണ്.
അപ്പോൾ എന്തായാലും മീൻ കറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. മീൻ കിട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് മുറിച്ച് നോക്കൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, അസ്സലാമു അലൈക്കും.